നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിഷുസംക്രമത്തിന്റെ ഫലമായി പൂരം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന പൊതുഫലത്തെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 1201 മേടം 2, 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ചതയം നക്ഷത്രത്തിൽ പകൽ 9:32 മേടവിഷു സംക്രമണം. മേടരവി സംക്രമം ചൊവ്വാഴ്ച സൂര്യോദയത്തിന് ശേഷമായതിനാൽ 2026 ഏപ്രിൽ 15 ബുധനാഴ്ച പുലർച്ചെ 4:30 മുതൽ 6:30 വരെയാണ് വീടുകളിൽ വിഷുക്കണി വയ്ക്കാൻ നല്ലത്. ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത്. വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത്. പുതുവർഷത്തിന്റെ തുടക്കമായ മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോഴും ഏപ്രിൽ 2 മുതലുള്ള ചൊവ്വ ശനി യോഗവും ലോകത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാക്കും. വിഷു സമയത്തെ ഗ്രഹനിലയുടെ ഫലമായി നാശനഷ്ടങ്ങൾ വർദ്ധിക്കാനും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ 2 വ്യാഴമാറ്റത്തിന് ശേഷം സാവധാനം സമാധാനത്തിലേക്ക് പോകുന്നതാണ്. വിഷുഫലം ഒരിക്കലും ഗോചരാൽ ചിന്തിച്ചല്ല പറയുന്നത്. അതായത് നിലവിൽ കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനി എന്നിവ ഉണ്ടെങ്കിലും അത് ഇതിൽ ബാധകമല്ല. വിഷു സംക്രമത്തിന്റെ ഫലമായി 18 നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഗുണമുണ്ടാകും. മധ്യഷഡ്ഗമുള്ള നാളുകാരായ പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം ഇവർക്ക് പ്രശസ്തി, സാമൂഹികമായും സാമ്പത്തികമായും അഭിവൃദ്ധി, എല്ലാ കാര്യങ്ങളിലും തടസ്സം മാറുക, പുതിയ ജോലി ലഭിക്കുക എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട്. ഈ മധ്യശൂലത്തിലുള്ളതായ പൂരം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമത്തിന്റെ ഭാഗമായി എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. പൂരം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമ പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. മനുഷ്യഗണത്തിൽപ്പെട്ട പൂരം നക്ഷത്ര ജാതർ സൗന്ദര്യം, സാമർത്ഥ്യം, പൗരുഷം, ആജ്ഞാശക്തി, നേതൃത്വ ഗുണം, അഭിമാനം, മാന്യത എന്നീ ഗുണങ്ങളുടെ വിളനിലമാണ്. സ്വതന്ത്ര ചിന്താഗതിക്കാരായ ഇവരുടെ പ്രത്യേകത വാദപ്രതിവാദ ചാതുര്യമാണ്. എവിടെയും താൻ ശ്രദ്ധിക്കപ്പെടണം എന്ന ആഗ്രഹക്കാരാണ് ഇവർ. ആരാലും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് പൂരം സ്ത്രീകൾ. മാന്യതയും കുലീനത്വവും ശാലീനതയുമുള്ള ഇവർ യജമാന മനോഭാവം കാട്ടുന്നവർ. അത് ഭർത്താവായാൽ പോലും അവരുടെ പാദസേവ ചെയ്യാനൊന്നും തയ്യാറാകില്ല. പൂരം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ്. ഇവർക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാറ്റവും ഉയർച്ചയും ഉണ്ടാകും എന്നതാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം. ബിസിനസ് രംഗത്ത് ഇവരുടേതായ വ്യക്തമായ കൈമുദ്ര ചാർത്തുന്ന സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും അത്തരം മാറ്റങ്ങളെ മുൻനിർത്തി ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. കൈത്തൊഴിലുകളും മറ്റും ചെയ്യുന്നവർക്ക് ഒരൽപ്പം സാമ്പത്തിക ബാധ്യത വന്നു ഭവിക്കുമെങ്കിലും കഠിനാധ്വാനം നിമിത്തം അവയെല്ലാം വീട്ടി തീർക്കുന്നതിനും അത്തരം കൈത്തൊഴിലുകൾ ലാഭത്തിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കുന്നതുമാണ്. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില സഹായങ്ങൾ ലഭിക്കുമെന്നറിയുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ച് തന്റെ സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കുകയും ചെയ്യും. കച്ചവടത്തിൽ ക്രമാനുഗതമായ വളർച്ച ഇവർക്ക് ലഭിക്കുന്നതാണ്. സമയവും കഠിനാധ്വാനവും ബിസിനസിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കാൻ ഇവർ തയ്യാറാകും. ഇവർ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങളെ തിരസ്കരിക്കാൻ ഇടയാകുകയും ചെയ്യും. വേണ്ട ചികിത്സകളും പരിഹാരങ്ങളും ചെയ്യുകയാണെങ്കിൽ കുട്ടികളില്ലാതിരുന്നവർക്ക് പുത്രന്മാർ ഉണ്ടാകാൻ അനുകൂലമായ സമയമാണ്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതോടെ സാമ്പത്തിക വിഷമതകൾ മാറും. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനിടയാകുകയും പുനർവിവാഹത്തിനായോ പ്രണയ സാഫല്യത്തിനായോ ശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയും ചെയ്യും. ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതല്ലെങ്കിൽ പുതിയ ചികിത്സ നേടുന്നതിന് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങളുണ്ടാകും. ഇവർക്ക് പൊതുസമൂഹത്തിൽ അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും.
ഇവർക്ക് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരുന്നതാണ്. കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടും. വിഷുഫലം അനുകൂലമായതിനാൽ കൃഷി, കന്നുകാലി വളർത്തൽ മുതലായവയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരികയും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. സാങ്കേതികപരമായ ചില കോഴ്സുകൾ പഠിക്കുന്നവർക്ക് തന്റെ കോഴ്സ് പൂർത്തിയാക്കുന്നതിനും താൻ പഠിച്ച വിഷയത്തിൽ തന്നെ മികച്ച ശമ്പളത്തോടുകൂടി ജോലി ലഭിക്കുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണ്. ഇവർ പുതിയ കലാവിദ്യകളും പുരാതന ഭാരതീയ ശാസ്ത്രവിദ്യകളും എല്ലാം പഠിക്കുന്നതിന് ഇടയാകുന്ന ഒരു കാലഘട്ടമാണിത്. അത്തരം വിദ്യകൾ ഉപയോഗിച്ച് ഇവർ ധനസമ്പാദനം നടത്തുകയും ചെയ്യും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. തന്റെ പ്രസിദ്ധി വർദ്ധിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയവും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുമെല്ലാം ലഭിക്കുന്നതിന് ഇടയാകും. സർക്കാർ ജോലി, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മോഡൽ, ഫോട്ടോഗ്രാഫർ, ഗായകൻ, അഭിനേതാവ്, സംഗീതജ്ഞൻ, ജീവശാസ്ത്രകാരൻ, സ്വർണപ്പണിക്കാരൻ, കോട്ടൺ, കമ്പിളി അല്ലെങ്കിൽ സിൽക്ക് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. പുതിയ വീട് പണിയുന്നതിനായി വളരെ പെട്ടെന്ന് ലോൺ പാസ്സായി കിട്ടുകയും വീട് പണിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനിടയാകുകയും ചെയ്യും. ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും. ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും. ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും. ജോലി സ്ഥലത്ത് പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുശല്യം മാറുകയും അതല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ശത്രുശല്യത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് സമൂഹത്തിൽ അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും. നേരിടുന്ന എല്ലാ മത്സരങ്ങളിലും ഇവർ അനായാസം ജയിക്കും. പുതിയ നേതൃത്വ പദവി ഏറ്റെടുക്കുന്നതിനും തന്നോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നതിനും തനിക്ക് സത്കീർത്തി കൈവരുന്നതിനും വിഷുവിന് ശേഷം ഇടയാകും. നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ നീങ്ങുന്നതിനായി നിങ്ങളുടെ നക്ഷത്ര പ്രകാരമുള്ള പരിഹാരത്തെക്കാൾ ഉപരി നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില പ്രകാരമുള്ള ധനദേവതയെയോ ഉപാസനാമൂർത്തിയെയോ പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം. പ്രസ്തുത ദേവതകളെയും വിശദമായ ഫലങ്ങളും അടങ്ങിയ ജാതകത്തിന്റെ PDF ലഭിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. അതിന് സാധിക്കാത്ത പക്ഷം പൂരം നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ ഭഗവാൻ മഹാദേവന്റെ സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും പൂരവും ഞായറും കൂടി ഒത്തുവരുന്ന ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങുന്നതിന് ഉത്തമമാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.